ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചുക്കപ്പാണ്. നമ്മളെ ബേക്കറിയിലൊക്കെ കാണാൻ കിട്ടുന്ന നമ്മൾ ചുക്കപ്പയില്ലേ, ഇതിന് വേറെ പേരുണ്ടോയെന്ന് അറിയില്ല. നമ്മളിവിടെ ചുക്കപ്പം എന്നാണ് പറയാൻ. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് അരിപ്പൊടി വെച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അതിനെ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളത്തിൻ്റെ അളവെന്ന് വെച്ചാൽ നമ്മൾ എത്ര പൊടി എടുക്കുന്നോ അത്ര അളവേ വെള്ളവും പൊടിയും ഒരേ അളവിലായിരിക്കണം എടുക്കേണ്ടത്. കപ്പില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം മതി. രണ്ടും ഒരേ പാത്രത്തിൽ തന്നെ അളവിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു മഞ്ഞൾ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾ ചേർക്കുന്ന നിർബന്ധമൊന്നുമില്ല, ഒരു കളറിന് വേണ്ടി മാത്രം ചേർത്തതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയിൽ അതാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് തീ കൂട്ടാൻ പാടില്ല, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇത് നന്നായി മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് ഇതൊന്ന് മൂടി വെക്കാം. അടുത്തതായി ഞാനൊരു വേറൊരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി ചെറുതാക്കി മുറിച്ചെടുത്തതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് കളർ ചേഞ്ച് ചെയ്താൽ മാത്രം മതിയാവും. അതിനുശേഷം ഒരു വലിയൊരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മുടെ അരിപ്പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കരിഞ്ജീരകമാണ്. ചുക്കപ്പത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കരിഞ്ജീരകമാണ്. ഇതിൻ്റെ ടേസ്റ്റാണ് ഇതിന് മെയിൻ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ 2 സ്പൂൺ കരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറു ചൂടോട് തന്നെ നമുക്കിത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയില്ല, അത് നമുക്ക് ഓയിലോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ചേർക്കുന്നത് ഒരു മുട്ടയാണ്. ഇതിപ്പോൾ 1 കപ്പിന് 1 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ 3 കപ്പ് വരെ നമുക്ക് 1 മുട്ട തന്നെ മതിയാവും. ഇനി മുട്ടയും ചേർത്ത് നന്നായി ഇതൊന്ന് കുഴച്ചെടുക്കണം. കട്ടകളൊന്നും ഇല്ലാത്ത നല്ല സോഫ്റ്റായി കിട്ടുന്ന വരെ നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതിനെ നമുക്ക് ഷേപ്പ് ചെയ്യാൻ തുടങ്ങാം. അതിനായി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് നീളത്തിലൊന്ന് ആക്കിയെടുക്കാം. അതിനുശേഷം അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് കയ്യിൽ വെച്ചൊന്ന് ബോളാക്കി വെച്ച് അതിൻ്റെ നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ബട്ടൺ ഷേപ്പിൽ കിട്ടും. ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. നമ്മൾ ഒന്ന് ബോളാക്കിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും, പെട്ടെന്ന് കഴിയും. ഇനി ബാക്കിയുള്ള മാവ് ഇതേപോലെ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം ഏകദേശം ഒരേ വലുപ്പത്തിൽ തന്നെയാണുള്ളത്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിനായി ഞാനൊരു പാത്രം വെച്ച് അതിൽ ഓയിൽ വെച്ച് നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചുക്കപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഇടുന്ന ടൈം നല്ല ചൂടുള്ള ഓയിലേക്കാണ് ഇടേണ്ടത്. നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം വെച്ചിരിക്കേണ്ടത്. പിന്നെ അത് നമ്മൾ ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. ഒരിക്കലും ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യരുത്. നമ്മൾ മീഡിയം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. പിന്നെ ഇത് ഇട്ട പാട് തന്നെ നമ്മൾ സ്പൂൺ വെച്ച് ഒരിക്കലും ഇളക്കരുത്. നമ്മൾ ഒന്ന് പാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. ഇതിപ്പോൾ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഒന്ന് വിട്ട് വന്നതിന് ശേഷം ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. ഇത് ഫ്രൈ ആയി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. നമ്മളൊരു 4-5 മിനിറ്റ് തന്നെ വേണ്ടി വരും. ഇത് നന്നായി കളറൊക്കെ മാറി നന്നായി ഫ്രൈ ആയി കിട്ടുന്നത് വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അടുത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്ത് ഞാടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ പരുവെന്ന് വെച്ച് നല്ല ഗോൾഡൻ കളറായി വരും. അന്നേരം നമുക്കിത് ഓയിൽ നിന്ന് കോരാം. ഈ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് ഓയിൽ നിന്ന് കോരാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചുക്കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന അതേ ചുക്കപ്പത്തിൻ്റെ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.